SIRുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആകുലതകളും ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ പുതിയ പുതിയ കുറച്ച് സംശയങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിലൊന്നാണ് ചെവി അടച്ച വസ്ത്രം ധരിച്ച ഫോട്ടോ മാത്രമേ വെക്കാൻ പറ്റൂ. സ്ത്രീകളുമായിട്ട് ഉദ്ദേശിച്ചാണ്, അതായത് മക്കനിട്ട ഫോട്ടോ വെച്ചാൽ അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നൊരു അഭിപ്രായം. രണ്ടാമത്തേത്, ഇത് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ തന്നെ ചെയ്യാൻ പറ്റൂ, ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. തെറ്റ് തിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല തെറ്റുകളും ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടാണെങ്കിലും പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വന്ന ഒരുപാട് സംഭവമുണ്ട്. പിതാവിൻ്റെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ പേര്, ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഭാര്യ ഈ മകൻ്റെ പേര്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറേ വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ എന്താണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, നിലപാടുകൾ എന്നുള്ള കാര്യമാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ BLOമാർക്ക് ഈ ഫോം ലഭിച്ചാൽ പിന്നീട് അവരെന്താണ് ചെയ്യുക, നമ്മൾ അവർക്ക് പൂരിപ്പിച്ച് നൽകുന്നു, അതിനുശേഷം അവരെന്ത് പ്രവർത്തനമാണ് അതിനുശേഷം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക എന്നതിൽ അടക്കമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതിലാദ്യത്തിൽ നമ്മൾ പറയുന്ന കാര്യം, ഈ ഫോം നമുക്ക് തെറ്റ് തിരുത്താൻ കൂടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വലത് ഭാഗത്തുള്ള ഏറ്റവും പ്രധാന ഈ വോട്ടർ പൂരിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഫോമിൻ്റെ മേൽഭാഗത്തെ വലത് ഭാഗമാണ്. ആ വലത് ഭാഗത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, അതുമായി ബന്ധപ്പെട്ട ജനനത്തീയതിയുണ്ട്, ആധാർ നമ്പറുണ്ട്, മൊബൈൽ നമ്പറുണ്ട്, പിതാവിൻ്റെ പേര്, എപ്പിക് നമ്പർ, മാതാവിൻ്റെ പേര്, എപ്പിക് നമ്പർ, പങ്കാളിയുടെ പേര്, എപ്പിക് നമ്പർ, അതാണ് ആ വരുന്നത്. വലതു ഭാഗത്ത് ചോദ്യം, ഇടതു ഭാഗത്ത് ചോദ്യം, വലതു ഭാഗത്ത് ഉത്തരം നൽകുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജനതീയതി വെക്കുന്ന സമയത്ത് വോട്ടറുടെ ജനതീയതി ഇവിടെ എഴുതണം വലതു ഭാഗത്ത്, ഇടതു ഭാഗത്താണ് അത് ചോദിക്കുന്നത്. ആധാർ നമ്പർ എഴുതണം, മൊബൈൽ നമ്പർ എഴുതണം, പിതാവിൻ്റെ പേര് ഇപ്പോൾ തെറ്റി, ആ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൽ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ വന്നത് പിതാവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ മകൻ്റെ പേരാണ് അല്ലെങ്കിൽ ഭാര്യയുടെ പേരാണ് എങ്കിൽ നമ്മൾക്ക് പിതാവിൻ്റെ പേര് കൃത്യമാക്കിയിട്ട് തിരുത്തിയിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഈ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ അവർക്ക് തന്നെ ചെയ്യാമായിരുന്നു, അവർ ചെയ്തിട്ടില്ല. തെറ്റ് തിരുത്താൻ കൂടി നമുക്ക് ഈ അപേക്ഷാ ഫോം ഉപയോഗിക്കാം എന്ന് ചുരുക്കം. പിന്നീട് രണ്ടാമത്തത്, ഇത് മലയാളത്തിൽ തന്നെ എഴുതണമെന്നില്ല, ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. ഭാഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമുക്ക് പൂരിപ്പിക്കാം, മലയാളത്തിൽ തന്നെ പൂരിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ അടുത്തത്, ഈ ചെവി മറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മക്കനെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല എന്ന അഭിപ്രായം, അങ്ങനത്തെ യാതൊരു അഭിപ്രായം ഇലക്ഷൻ കമ്മീഷൻ അങ്ങനത്തെ യാതൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ല. മക്കനിട്ട് ഒരാൾ, ഒരു സ്ത്രീ ഇപ്പോൾ അങ്ങനെയാണ് ഫോട്ടോ വെച്ചെങ്കിൽ ആ ഫോട്ടോ അങ്ങനെ തന്നെ വരും. ഫോട്ടോ വെക്കുക എന്നുള്ളത് അത് നിർബന്ധമായിരിക്കുന്ന കാര്യമല്ല. അത് പ്രത്യേക ഇലക്ഷൻ കമ്മീഷൻ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ വെക്കാം, നിലവിലൊരു ഫോട്ടോ അതിലുണ്ട്, നമുക്ക് കാണാം. നമ്മുടെ ചിത്രങ്ങളിലെ നമ്മുടെ ഫോട്ടോ പതിച്ച ഈ ഫോമാണ് നമുക്ക് കിട്ടുന്നത്. BLO കൊണ്ടുതരുന്ന ഫോമിൻ്റെ അകത്ത് നമ്മുടെ ചിത്രങ്ങളുണ്ടാവും. വേണമെങ്കിൽ അത് മാറ്റണമെങ്കിൽ വലത് ഭാഗത്ത് ഒരു ഓപ്ഷൻ്റെ ഒരു ഫോട്ടോയുടെ ഒരു ബോക്സ് കാണാം, നിങ്ങൾക്കൊരു കളർ ഫോട്ടോ കൊടുക്കുക, അതവർ അതിൽ ആഡ് ചെയ്യുമെന്ന് മാത്രം. അത് ചെവി പുറത്താക്കണം, അതല്ലെങ്കിൽ കണ്ണട വെക്കണം, കണ്ണട ഊരി വെക്കണം, അങ്ങനത്തെ യാതൊരു വിഷയമില്ല. നമ്മൾ എന്ത് ഫോട്ടോ ആണോ കൊടുക്കുന്നത് ആ ഫോട്ടോ അതിലേക്ക് വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത വിഷയം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ അപേക്ഷാ ഫോം, എന്യൂമറേഷൻ ഫോം നമ്മൾ പൂരിപ്പിക്കുന്നു, നമ്മൾ BLOയുടെ കൈ കൊടുക്കുന്നു, അതോടുകൂടി നമ്മുടെ ദൗത്യം കഴിഞ്ഞു. പിന്നെ BLO ഇതെന്താണ് ചെയ്യുക, BLO ഈ പറയപ്പെട്ട എന്യൂമറേഷൻ ഫോം അവരുടെ സൈറ്റിൽ ഇത് ടൈപ്പ് ചെയ്തിട്ട് കയറ്റണം, അതാണ് അവരുടെ പരിപാടി. അപ്പോൾ സൈറ്റ് ടൈപ്പ് ചെയ്ത് കയറ്റുക എന്ന് പറയുന്നത് അവരുടെ കൈവശത്തിലേക്ക് നമ്മൾക്ക് ലഭ്യമാകുന്ന ഫോമിൽ ഒരു സ്കാനറിൻ്റെ ഒരു ബോക്സ് കാണും, ചിത്രത്തിൻ്റെ ഇടത് ഭാഗത്തെ ഒരു സ്കാനറിൻ്റെ ഫോട്ടോ. ആ സ്കാനർ ഇവരുടെ സൈറ്റിൽ നിന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഡിസ്പ്ലേ ആയിട്ട് വരും. അതായത് നമ്മുടെ പേര്, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ്, വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അത് ഡീറ്റെയിൽസ് ആയിട്ട് വരും. പിന്നീട് അവരുടെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും, അതൊരു ബ്ലാങ്ക് ബോക്സ് പോലെയാണ് വരിക. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫോം ചില ഭാഗങ്ങൾ മാത്രമാണ് ഫില്ല് ചെയ്തിട്ട് വരുന്നത്, ടൈപ്പ് ചെയ്ത് വരുന്നത്. നമ്മുടെ പേര്, നമ്മുടെ ഈ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ, ചിത്രം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ആ ഫില്ല് ചെയ്യാൻ ഒഴിഞ്ഞു കിടക്കുന്ന ആ ബ്ലാങ്ക് പോലെ തന്നെയാണ് ഇവരുടെ കൈവശത്തിലേക്ക് എത്തുന്നത്. ആരുടെ
BLOമാർ എന്ത് ചെയ്യണം, നമ്മൾ നൽകിയിരിക്കുന്ന ഫോം ഇതിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഇംഗ്ലീഷിലാണ് ആഡ് ചെയ്യുക, മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ്. പക്ഷേ ഐഡൻറ്റി കാർഡിൻ്റെ ഒരു ഭാഗത്ത് മലയാളം വരും എന്നുള്ള മറ്റു വശം, അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, അങ്ങോട്ട് മാറേണ്ട ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഭാഗത്ത് വലത് ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് എന്താണോ ഫില്ല് ചെയ്യുന്നത് അതങ്ങനെ തന്നെ വരും. തെറ്റ് തിരുത്തൽ, നമ്മൾ തെറ്റ് തിരുത്തുന്നു, ആ തിരുത്ത് പോലെ അങ്ങനെ വരും. പിതാവിൻ്റെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ പേര് വെച്ചു, പിതാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ പിതാവിൻ്റെ പേരാക്കി തിരുത്തി നമ്മൾ അതിലെന്ത് ചെയ്യണം, അതിൽ എഴുതണം. അതാരും വിട്ടുപോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തെറ്റായിട്ടല്ല എഴുതേണ്ടത്, തെറ്റ് ശരിയാക്കി എഴുതാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പറയപ്പെട്ട ഫോം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത് തെറ്റ് തിരുത്താനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അതിപ്പോൾ വല്ലാത്ത രീതിയിൽ ഷോക്കായി പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഇത് തെറ്റിപ്പോയി, അങ്ങനെയൊക്കെ വരാമല്ലോ. തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറ്റ്നർ വെച്ച് കഴിഞ്ഞിട്ട് മയക്കാതെ നിന്നിട്ട് പെണ്ണുകൊണ്ട് നമുക്കൊരു തെറ്റായിട്ട് അങ്ങോട്ട് ഇടുകയും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ അടിഭാഗത്ത് എഴുതിയാൽ മതി. അപ്പോൾ അടിഭാഗത്തൊന്നും അങ്ങനത്തെ ഈ ഭാഗങ്ങളിലൊന്നും എന്തില്ല, എല്ലാം ഒരുപാട് 3-4 പ്രാവശ്യമൊക്കെ തെറ്റിപ്പോയാൽ എഴുതാൻ സ്ഥലമില്ലെങ്കിൽ അതിൻ്റെ ബാക്ക് പേജിൽ എഴുതിയിട്ട് അത് BLOമാരോട് പറയണം, ഇത്ര ഭാഗം ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനതിന് ബാക്കിലാണ് എഴുതുക. അങ്ങനെ എഴുതുന്ന കാര്യം എന്ന് വെച്ചാൽ കാര്യം എന്ന് പറയുന്നത് ഈ BLOമാരാണ് ഇത് ടൈപ്പ് ചെയ്തിട്ട് സൈറ്റിലേക്ക് കയറ്റുന്നത്, അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കയറ്റുന്നത് അവർ ടൈപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഏത് തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചുരുക്കം. അത് ടെൻഷൻ അടിക്കേണ്ട കേസിൽ തെറ്റിപ്പോയി എന്നുള്ളത് മാത്രമല്ല, 2 ഫോമുണ്ട്, 2 ഫോം ഒരേ സമയത്ത് ഫില്ല് ചെയ്ത് ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് ഈ ഫോം മറ്റൊരാളെ കാണിക്കണം, ഇതിലെന്താ തെറ്റോ തിരുത്തുകളോ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളെഴുതിയ തെറ്റ് നമ്മൾക്ക് പല ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല, മറ്റൊരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ അടുത്ത് അത് കാണിക്കുക. അതല്ലെങ്കിൽ ഈ സൈറ്റിൽ നോക്കിയാൽ ഈ ഫോം ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും, ഫേസ്ബുക്കിലാണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അത് സജീവമായിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോ അല്ല 2-3 വീഡിയോകളൊക്കെ കണ്ടാൽ നമുക്ക് അത് തെറ്റില്ലാത്ത രീതിയിൽ തിരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ SIR ഫോം ഇനിയിപ്പോൾ ആർക്കും തിരുത്താൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ BLനോട് തന്നെ പറഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന കാലത്ത് അതിനൊന്നും ആവശ്യമില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിതിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് ഫില്ല് ചെയ്യേണ്ട യാതൊരു വിഷയവുമില്ല. ഇത് വളരെ സിമ്പിളാണ്, ശാന്തമായി ചെയ്യേണ്ടതേ ഉള്ളൂ, വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല. 2025 വോട്ടർ പട്ടികയിൽ പേര് വന്നവർക്കാണ് ഇപ്പോൾ എന്യൂമറേഷൻ ഫോം ലഭ്യമാകുന്നത്. അത് ഇവർ വീട്ടിലെത്തിച്ച് തരുന്ന സംവിധാനമല്ല ഇപ്പോൾ ചെയ്യുന്നത് BLOമാർ. അപ്പോൾ അത് പൂരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വോട്ടർ പട്ടികയും അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ലിങ്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 2025 വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ 2002 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2002 വോട്ടർ ലിസ്റ്റിൽ പേര് ഉള്ളവരെ പരിശോധിക്കാനുള്ള ലിങ്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തതാണ്. 2025 നമുക്ക് പരിശോധിക്കാം, 2002 പരിശോധിക്കാം. അതിന് പുറമെ നമ്മൾക്ക് ഇപ്പോൾ ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഐഡൻറ്റി കാർഡ് വെച്ച് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാ രീതിയിലും വിപുലമായിരിക്കുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് കയറിയിട്ട് കേന്ദ്രയിലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് അടിച്ചു കാണുമെങ്കിൽ ഒരുപാട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ വിവരങ്ങൾ കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ പരമാവധി വിവരങ്ങൾ നമുക്ക് ക്രോഡീകരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇലക്ഷൻ കമ്മീഷൻ മലയാളം ഫോണ്ടാണ് വേണമെങ്കിൽ മലയാളം അടിച്ച് കാണണമെങ്കിൽ അതിൽ ലാംഗ്വേജ് മലയാളമായിട്ട് വരുന്ന ഓപ്ഷനുകളുണ്ട്, അതിലൂടെ കയറാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. ഇനി ഇത്തരം കാര്യങ്ങൾ ഒരു നിലക്കും പൂരിപ്പിക്കാൻ പറ്റാത്തൊരു വിഷയങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റും. അക്ഷയെ സമീപിച്ചാൽ മതി. 18 വയസ്സായിരിക്കുന്ന, അതായത് 2025 അതായത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഏതൊരാൾക്കും വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ, അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയുന്നത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ ലിസ്റ്റും ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ് പാർലമെൻറ്റ് നിയമസഭ വോട്ടെടുപ്പ്, അതിൻ്റെ വോട്ടർ പട്ടിക പുതുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. അത് കേന്ദ്രീകൃതമാണ്, കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റത് പ്രാദേശിക വോട്ടർ ലിസ്റ്റാണ്, പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ നടത്തുന്നതാണ്. അതും ഇപ്പോഴത്തെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ആണ് പറയുന്നത്, അതാണ്
വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2025 വോട്ടർ പട്ടിക നിങ്ങളുടെ പേരില്ല എങ്കിൽ നിങ്ങൾ പേര് ചേർക്കണം. പഞ്ചായത്ത് ഇത് തമ്മിൽ ബന്ധമല്ല. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് 2025 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആളുകൾക്ക് ആർക്കാണെങ്കിലും, അത് 40 വയസ്സാണ്, 50 വയസ്സാണ്, ഇക്കാലം വരെ ഐഡൻറ്റി കാർഡ് കിട്ടാത്തവരാണെങ്കിലും, ഈ കാലം വരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിലും, പ്രവാസികൾ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നവരാണെങ്കിലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അത് അപേക്ഷ നൽകാൻ പറ്റും. അപേക്ഷ നൽകാൻ അക്ഷയ പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള ഓൺലൈൻ സംവിധാനത്തെ സമീപിക്കാം. നമുക്ക് പറ്റുമെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് അങ്ങനെയും ചെയ്യാം. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിപ്പോൾ BLOമാർ ഇപ്പോഴത്തെ അപേക്ഷ ഡയറക്റ്റ് ത്രൂ അവരുടെ കൈകൊണ്ട് സ്വീകരിക്കില്ല. 6 ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. ഗൾഫിലുള്ളവരാണ് 6A ഫോമാണ്. 6A പൂരിപ്പിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത് അവർ സ്വീകരിക്കില്ല. അവർക്ക് അതിനുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് ത്രൂ ഇവിടെ സമീപിക്കണം, ഇവിടെ അക്ഷയ സമീപിക്കണം. അക്ഷയ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത അക്ഷയ സമീപിക്കുക. സംഭവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൊണ്ട് പറയാണ്. ആധാർ കാർഡാണ് വേണ്ടത്. വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാൻ വേണ്ടി ആധാർ കാർഡ് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, മൊബൈൽ നമ്പറുമായിട്ട്. ആ മൊബൈൽ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് OTP വരും, ആ നമ്പർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫോട്ടോ വേണം, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, SSLC ബുക്കിൻ്റെ കോപ്പിയോ അല്ലെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ, അങ്ങനെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ വേണം. പിന്നെ വേണ്ടത് ഒരു ഐഡൻറ്റി കാർഡാണ്. ഐഡൻറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവിൻ്റെ, ബന്ധുവിൻ്റെ, മകൻ്റെയോ പിന്നെ വാപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ അല്ല ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ് വേണം. ഈ ഐഡൻറ്റി കാർഡ് നമ്പർ പുതിയ ഐഡൻറ്റി കാർഡാണ് വേണ്ടത്. 2 പഴയ ഐഡൻറ്റി കാർഡുണ്ട്, പുതിയ ഐഡൻറ്റി കാർഡ് വെച്ചിട്ട് ഈ ബന്ധം അടയാളപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വോട്ട് ചേർക്കുന്നത്. അത് മറ്റൊരാൾക്ക് കയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ 4 വോട്ട് മറ്റുള്ള ആൾക്കാരുടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ കയ്യില്ല. കാരണം 4 മൊബൈൽ നമ്പർ വേണ്ടി വരും. കാരണം ഇതിലേക്കാണ് OTP വരിക. അതൊരു വിഷയമുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് വോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് പ്രവാസികൾക്ക് വോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൊബൈൽ നമ്പറൊക്കെ കൊടുത്താണെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. ആ കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആശങ്കയോട് കൂടി ചെയ്യേണ്ടതല്ല, സിമ്പിളായി ചെയ്യേണ്ടതാണ്. തെറ്റുകൾ തിരുത്തുണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താൻ വേണ്ടി പറ്റുന്നതാണ്, യാതൊരു വിഷയവുമില്ല. ഈ പറയപ്പെട്ട ഫോട്ടോ ചെവി മൂടി വെക്കണം എന്നുള്ളത് ഒരു നിയമവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശത്തിൽ ആ കാര്യങ്ങൾ പറയുന്നില്ല. ഇനി ഡോക്യുമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പ്രാവശ്യം പിന്നെ അതിന് ചാൻസുകൾ വരും. ആ സമയത്തും അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടർ ലിസ്റ്റ് നമ്മൾ കൊടുത്ത പേരല്ല വന്നത്, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ അടുത്ത വരാൻ പോകുന്ന ഫൈനൽ വോട്ടർ പട്ടികയിൽ തിരുത്താൻ ആവശ്യമായിരിക്കുന്ന നടപടിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഹിയറിങ്ങിന് ഹാജരായിട്ട് രേഖകൾ തിരുത്താൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയാണ്.